വെറും അരമണിക്കൂർ കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് അരി കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. രാവിലെ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം, ഇടിയപ്പം, പത്തിരിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമാക്കിയിട്ട് ചെരുവി എടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അപ്പം കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമേ. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഏകദേശം 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ. 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം കേട്ടോ. ചിലപ്പം കൂടിയും കുറഞ്ഞൊക്കെ വരാം. അപ്പോൾ അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കലക്കി ഒഴിച്ചതാണ് കേട്ടോ. അതിലുള്ള മാവും കൂടിയും പോരാൻ വേണ്ടിയിട്ട് ടോട്ടലായിട്ട് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു മാവിൻ്റെ തിക്നെസ് അറിയാമല്ലോ. അപ്പോൾ അത് ആ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇതൊന്ന് ആക്കിയെടുക്കേണ്ടത്. ഉണ്ടല്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഇതാക്കി എടുത്തിട്ടുള്ളത്. വല്ലാണ്ട് അങ്ങ് തിക്കാവാനും പാടില്ല, വല്ലാണ്ട് ലൂസാവാനും പാടില്ല കേട്ടോ. ആ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമ്മളിത് പെട്ടെന്നായി കിട്ടാൻ വേറൊരു പരിപാടിയും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ചൂടുള്ള വെള്ളമാണ് ഈ ഒരു ബൗളിൽ ഒഴിച്ച് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൗളങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പൂ പോലത്തെ പാലപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴേക്കിന് തന്നെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരുമേ. ഇപ്പോൾ അത് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റിയിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു തിക്നെസ് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ് വരിക. കണ്ടില്ലേ, എത്രയും വേണം നമുക്ക്. വല്ലാണ്ടങ്ങ് ലൂസാവാനും പാടില്ല, വല്ലാണ്ടങ്ങ് തിക്കാവാനും പാടില്ല, ആ ഒരു രീതിയിൽ കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ചുട്ടെടുക്കാനിതാ ഞാനൊരു വെള്ളപ്പത്തിൻ്റെ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 തവി മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി, 2 സൈഡും പിടിച്ചിട്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇപ്പോൾ തന്നെ ഹോൾസൊക്കെ വരുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കിന് തന്നെ സെറ്റായിട്ട് കിട്ടുക. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയപ്പോഴേക്കിന് നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അങ്ങ് കോരിയിട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കഴിക്കാനൊക്കെ. നമുക്ക് അരി കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വറുത്ത അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡും പിടിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങ് അടിച്ച് വെക്കുക. ഇതാ 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഏത് കറി വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.